മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയമുള്ള തിഥിയാണത്രേ ഏകാദശി. അന്തരീക്ഷമർദ്ദം ഏറ്റവും കുറഞ്ഞ ദിവസമാണ് ഏകാദശി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം വളരെ കുറച്ച് തിന്നാൽ മതി. ഈ ദിവസം ഇങ്ങനെ വ്രതമൊക്കെ എടുക്കുന്നത് വളരെയധികം നല്ലതാണെന്ന് പറയപ്പെടുന്നു. അത് മഹാവിഷ്ണുവിൻ്റെ പേരിൽ എടുക്കുന്ന വ്രതങ്ങളൊക്കെ വളരെയധികം ഫലങ്ങൾ തരുമെന്നാണ് പറയുന്നത്. ഇതുമൂലം രോഗശാന്തി വരും, അതുപോലെ ഐശ്വര്യം വരും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ആഹാരം കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുമത്രേ ഏകാദശി വ്രതം എടുത്താൽ. ഇങ്ങനെയായാലും പണ്ട് തൊട്ടേ എല്ലാവരും ഏകാദശി വ്രതം എടുക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏകാദശി, ഏകം എന്ന് പറഞ്ഞാൽ 1, ദശി 10. ഏകാദശി 11ാമത്തെ തിഥിയാണേ. നമ്മൾ തിഥികളുടെ ഇങ്ങനെ വീഡിയോ ഇട്ട് വരുന്നതിൽ ഇനി 2 തിഥിയും കൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട്. തിഥി ദോഷം എന്ന പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കുറേയൊക്കെ കാണാൻ പറ്റും. ഇത് തന്നെ 2 തരമുണ്ട്, ശുക്ലപക്ഷ ഏകാദശിയും കൃഷ്ണപക്ഷ ഏകാദശിയും. കൃഷ്ണപക്ഷ ഏകാദശി അത്ര നല്ല ഫലങ്ങളല്ല തരുന്നത്, നെഗറ്റീവ് കൂടിയിരിക്കും. ശുക്ലപക്ഷ ഏകാദശിയാണെങ്കിൽ നെഗറ്റീവ് കുറഞ്ഞിരിക്കും. ഏകാദശി തിഥി തന്നെ അറിവും ജ്ഞാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ തിഥിയിൽ ജനിക്കുകയാണെങ്കിൽ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിൽ ഒരു വളരെയധികം ഉത്സാഹം കാണും, അല്ലെങ്കിൽ ടാലൻറ്റ് കാണും. അങ്ങനെ ടീച്ചിങ്ങിലും പിന്നെ ആണെങ്കിൽ ഇങ്ങനെ അറിവ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, അതിലൊക്കെ ഇവർക്ക് നല്ല കഴിവ് കാണും. ഇവർ കൂടുതൽ പേരും ഭക്തിമാർഗം പിന്തുടരാൻ ആഗ്രഹമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനൊക്കെ വളരെയധികം താല്പര്യം കാണും. ഇവർ ശാന്തരായിരിക്കും, അതായത് ശാന്തി, എല്ലായിടത്തും വഴക്കിനൊക്കെ പോകുന്നത് കുറവായിരിക്കും. ഇത് മറ്റുള്ള കാര്യങ്ങളും കൂടി നോക്കണം, ഇത് തിഥി മാത്രമാണേ പറയുന്നത്, എപ്പോഴും പറയുന്നത് പോലെ. അതുപോലെ ഇവർ പണ്ഡിതന്മാരായിരിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ധർമ്മത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവരായിരിക്കും. എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നവരായിരിക്കും, അതായത് അവരെ കേൾക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും താല്പര്യം കാണിക്കുന്നവരായിരിക്കും. നല്ല സ്നേഹമുള്ളവരായിരിക്കും, സഹായികൾ ആയിരിക്കും. നല്ല ബുദ്ധിശക്തി കാണും. അതുപോലെ ധനപരമായിട്ടും ഇവർ നല്ല പൊസിഷനിലായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങ് ചിന്തിക്കരുത്, ഒരു തിഥിയിൽ ഒരുപാട് പേര് ജനിക്കുമെന്ന് ഓർക്കണം. പൊതു സ്വഭാവമാണ് ഈ പറയുന്നത്, എപ്പോഴും പറയുന്നു. അത് കേട്ടുകൊണ്ട് ഉടനെ ആ ജ്യോതിഷം മൊത്തം തെറ്റാണ് അങ്ങനെയൊന്നും പറയരുത്. ഇത്രയും നാളും വീഡിയോ ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതുപോലെ ഇവർ ടീച്ചർമാരോടൊക്കെ നല്ല ബഹുമാനമുള്ളവരായിരിക്കും. നല്ല മുതിർന്നവരോട് നല്ല ബഹുമാനമൊക്കെ കാണിക്കുന്നവരായിരിക്കും. നല്ല അവരുടെ മതവിശ്വാസം അത് പിന്തുടരുന്നവരായിരിക്കും, ഭക്തിമാർഗത്തിൽ പിന്തുടരുന്നവരായിരിക്കും. അതുപോലെ നല്ല ബലമുള്ളവരായിരിക്കും. അതുപോലെ കലയിലും അല്ലാതെ ഈ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ കാര്യമൊക്കെ അറിഞ്ഞു കാണുമല്ലോ, അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു വിഷമം ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കുക. അതുപോലെ ഇവരുടെ കുട്ടികളുടെ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരായിരിക്കും. ഇവിടെ ദേവത ബകുളാദേവി ആണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെയാണെങ്കിൽ തിഥിയുടെ ഗ്രഹം കുജനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദിവസവും ഒരു വിളക്കൊക്കെ കത്തിക്കുന്ന ഇവർക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ വിശ്വദേവനോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈ ദിവസം വ്രതമെടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ പല പുസ്തകങ്ങളിൽ പലതായതുകൊണ്ട് നമ്മൾ നമ്മുടെ നക്ഷത്രവും ലഗ്നവും ഒക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവരുടെയും തിഥി കണ്ടുപിടിക്കുന്ന വെച്ചാൽ പ്രയാസമായതുകൊണ്ട് തിഥിയിൽ നമുക്ക് കുറച്ച് പേരെയൊക്കെ അറിയത്തുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം കൂടുതലായിരിക്കും. അതുപോലെയാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ലായ്മ ചിലർക്കെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അത് മിക്കവാറും കൃഷ്ണപക്ഷത്തായിരിക്കും. ശുക്ലപക്ഷത്താകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മകൻ്റെ സമാധാനപരമായിരിക്കും. അതുപോലെ ഇതൊരു നന്ദതിഥിയാണ്. അപ്പോൾ ഹാപ്പിനെസ്, ആനന്ദമൊക്കെ തരുന്ന തിഥിയാണ്. ഈ ദേഷ്യവും അല്ലാതെ ഇങ്ങനെ ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ഉള്ളവരില്ലേ, അവരൊക്കെ ഏകാദശി തിഥിയിൽ വ്രതമെടുത്താൽ അതൊക്കെ മാറുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കുറയുമെന്നാണ് പറയുന്നത്. ലക്ഷ്യബോധമുള്ളവരായിരിക്കും, ആ ലക്ഷ്യത്തിലെത്താൻ വളരെയധികം പ്രയത്നിക്കുന്നതായിരിക്കും. ഒരു പങ്കാളിയിലും ഇതെല്ലാം കാണണമെന്ന് ഇവർക്കൊരു ആഗ്രഹം ഉള്ളവരായിരിക്കും ലക്ഷ്യബോധമൊക്കെ. ഇവർക്ക് നാച്ചുറലി ഈ 4, 9, 14 തിഥികളിൽ ജനിച്ചവരുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത്രേ. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ വിവാഹമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതും കൂടി ഒന്ന് നോക്കും ചിലരൊക്കെ.
നല്ല ചിന്താശക്തി ഉള്ളവരായിരിക്കും, എന്തിനെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. അതുപോലെ ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കത്തില്ല ഇവർ. കൂടുതൽ പേരും എന്നാണ് പറയുന്നത്, എല്ലാവരും അല്ല. എപ്പോഴും സത്യം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ആ സത്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്കൊരു അവിദ്യ പകർന്നു നൽകാനും അവർക്ക് വളരെയധികം താല്പര്യമായിരിക്കും. ശാസ്ത്രീയ കാര്യങ്ങളോടൊക്കെ ഇവർക്ക് പ്രത്യേക താല്പര്യം കാണും. അതുപോലെ ഇവർ മറ്റുള്ളവരെ ബഹുമാനിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ മറ്റുള്ളവരെ ബഹുമാനം ഇവർക്ക് കിട്ടുകയും ചെയ്യും. ഏകാദശി തിഥിയിൽ വിഷ്ണുവിനെ ഭജിച്ചാൽ അവർക്ക് കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടാവും, ധനമില്ലാത്തവർക്ക് ധനമുണ്ടാകും, വസ്തുവകളൊന്നും ഇല്ലാത്തവർക്ക് അതെല്ലാം ഉണ്ടാകും അത്രേ. അതുപോലെ പഞ്ചാമൃത് ഈ ദിവസം ഭഗവാന് നിവേദ്യമായിട്ട് കൊടുക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ഞപ്പൂക്കളും മഞ്ഞ വസ്ത്രങ്ങളും ഒക്കെ ഭഗവാൻ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. അത് മഞ്ഞ സീഡ്സ് ഒക്കെ ഇല്ലേ, ബൂന്തി അതുപോലെയൊക്കെയുള്ള ലഡു അതുപോലെയൊക്കെയുള്ളതൊക്കെ കൊടുക്കുന്നതും നല്ലതാണ്. അതുപോലെ ശ്രാവണ മാസത്തിലെ ഇനി വരുന്ന മാസമാണ് ശ്രാവണ മാസം. പുത്രട ഏകാദശി എന്നുണ്ട്. ആ ഏകാദശിയിൽ വ്രതമെടുക്കുകയാണെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകും അത്രേ. അങ്ങ് പുത്രട എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകത്തില്ലേ, പേര് കേൾക്കുമ്പോൾ തന്നെ. ഒക്കെ വിശ്വാസം അനുസരിച്ചിരിക്കും. മറ്റുള്ളവരെ ഒന്നും പോകാത്ത പാതയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ലക്ഷ്യങ്ങളൊക്കെ ആയിരിക്കും ഇവർക്കുണ്ടാകാൻ സാധ്യത. അതുപോലെ പ്രേമബന്ധത്തിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ അതൊന്നും സക്സസ് ആവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, അത് നോക്കണം. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ഇത് വളരെയധികം നല്ല തിഥിയാണെന്ന് പറയുന്നു. അതുപോലെ കല്യാണങ്ങളൊക്കെ നടത്തുവാനും എവിടെയെങ്കിലും യാത്ര പോകാനുണ്ടെങ്കിൽ അതിനും പിന്നെ ഗൃഹാരംഭത്തിനും എല്ലാം നല്ല തിഥിയാണെന്നാണ് പറയുന്നത്. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിക്ക് നിർജ്ജല ഏകാദശി എന്നാണ് പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനും ആയുസ്സിൻ്റെ ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറാനും പിന്നാണെങ്കിൽ മോക്ഷം കിട്ടാനുമൊക്കെ ഈ ദിവസം ഇങ്ങനെ വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. വെള്ളം പോലും കുടിക്കാതെ വ്രതം എടുക്കുന്നതുകൊണ്ടാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. ഹരിശയന ഏകാദശിയിൽ തുടങ്ങുന്ന 4 മാസത്തെ ഉറക്കത്തിന് ശേഷം ഭഗവാൻ ഉണർന്നെണീക്കുന്നത് ഹരിപ്രബോധിനി ഏകാദശി. അങ്ങനെ പലതരത്തിലുള്ള ഏകാദശികളുണ്ട്, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുമുണ്ട്. ശനിയാഴ്ച ഏകാദശി വരുന്നതുകൊണ്ട് വളരെയധികം പ്രാധാന്യമായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ വ്രതമൊക്കെ എടുത്ത് ആഘോഷിക്കാറുണ്ടായിരുന്നു. ഏകാദശി തിഥിയിൽ ജനിക്കുന്നത് നല്ലത് തന്നെയാണ്, പ്രത്യേകിച്ചും ശുക്ലപക്ഷ ഏകാദശിയിൽ എല്ലാ കാര്യങ്ങളും ഒത്തുവരികയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ഓം നമഃ ശിവായ.